ന്യൂ ഇയർ തുടങ്ങുമ്പോൾ കലണ്ടറൊന്നും ഉണ്ടാക്കാണ്ട് എങ്ങനെയാണ്? അപ്പം ഞാൻ ഇന്ന് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു കലണ്ടറാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐവറി ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അത് 12 എണ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ട്രയൽ നോക്കാമെന്ന് കരുതി ജനുവരിയുടേത് ഞാൻ ഫസ്റ്റ് ഡേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റിലാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത്. ഹാങ് ചെയ്തിടാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള കലണ്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ 2 ഹോൾസ് കൊടുക്കുന്നുണ്ട്. പഞ്ച് മെഷീനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ട് ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട് ഹോൾസ് ഇടേണ്ട ഭാഗത്ത് കോമ്പസ് കൊണ്ടോ അല്ലെങ്കിൽ സൂചി കൊണ്ടോ ചെറിയൊരു ഹോൾസ് ഉണ്ടാക്കുക. അതിനുശേഷം ഞാനിവിടെ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൂടി ഇട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഇത് ഡേറ്റും ഡേയും ഒക്കെ എഴുതാനുള്ള കോളം വരച്ചു കൊടുക്കുകയാണ്. പേപ്പറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കോളം വരയ്ക്കുന്നത്. കാരണം നമ്മൾ മുകൾ ഭാഗത്തായിട്ട് മന്തും പിന്നെ ലെഫ്റ്റ് സൈഡിലും കുറച്ച് സ്ഥലം വിടുന്നുണ്ട്. അവിടെ ഒരു പിക്ചറും വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു ബൊഹീമിയൻ തീമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അവസാനം കാണാം. അങ്ങനെ ഇത് മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഫെബ്രുവരിന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൺഡേ മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സൺഡേ എന്നുള്ളിടത്ത് റെഡ് കളറും ബാക്കിയൊക്കെ ബ്ലാക്ക് കളർ പെന്നുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് ഹോളിഡേയ്സൊക്കെ വരുന്നിടത്ത് റെഡ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ സൺഡേ എന്നുള്ളിടത്ത് മാത്രമേ റെഡ് കളർ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോർമൽ കലണ്ടർ നോക്കിയിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് നമ്മൾ മന്ത് എഴുതുന്ന സ്ഥലത്തും പിന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവിടെയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എല്ലാ കളറിൻ്റെയും ലൈറ്റ് കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മുകളിലൂടെ ബ്ലാക്ക് കളർ വെച്ച് ചിത്രം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് കാണിക്കുക ലൈറ്റ് കളർ യൂസ് ചെയ്യുമ്പോഴാണ്. ലെഫ്റ്റ് സൈഡിൽ സിമ്പിളായിട്ടുള്ള ലീഫിൻ്റെയും ഫ്ലവറിൻ്റെയും ഒക്കെ ചിത്രമാണ് വരയ്ക്കുന്നത്. ബൊഹേമിയൻ തീമിൽ വരുന്ന തരത്തിലുള്ളത്. നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താം. ലാസ്റ്റായിട്ട് താഴെ 2025 എന്ന് കൂടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ബാക്കിയുള്ള മന്തിൻ്റെയും കൂടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാത്തിലും ഇതുപോലെ മന്തും പിന്നെ സൈഡിലായിട്ട് പിക്ചറും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യുന്ന വയർ ഏതെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ടത് റൗണ്ട് ഷേപ്പിലാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള 2 റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലൂടെ ഓരോ പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് ഹാങ് ചെയ്യേണ്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡാണ് ഉണ്ടാക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 10 രൂപയുടെ പേസ്റ്റിൻ്റെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 പേപ്പർ സ്റ്റിക്കും കൂടെ വേണം. പേസ്റ്റിൻ്റെ ബോക്സ് ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂസ് പേപ്പർ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് 2 പേപ്പർ സ്റ്റിക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് മുകളിലായിട്ടുമാണ് ഒട്ടിക്കേണ്ടത്. ഞാനൊരു ഗ്രീൻ തീമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഞാൻ ഗ്രീൻ കളറ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് പറയണേ.